ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സാർ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഏറ്റവും പുതിയ ചിത്രമായ ARMൻ്റെ അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ ഇന്ന് റിലീസ് ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ട്രെയിലറിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക, ഏകദേശം 2 മിനിറ്റും 43 സെക്കൻഡാണ് ഡ്യൂറേഷൻ ഉണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം എന്താണ് ട്രെയിലറിൽ പറയാൻ വേണ്ടി ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വെടിപ്പായിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ട്രെയിലർ കാണിക്കുന്നത് പക്ഷേ കോപ്പിറൈറ്റിൻ്റെ ചെറിയ പ്രശ്നം വരാറുണ്ട്. കാരണം ഇപ്പോൾ മൾട്ടി ലാംഗ്വേജിലാണ് ട്രെയിലർ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് കോപ്പിറൈറ്റിൻ്റെ ചെറിയ ഇഷ്യൂ വരും. അതുകൊണ്ടാണ് ട്രെയിലറെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ തന്നെ പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ അന്നേരം ട്രെയിലർ കണ്ടു നോക്കുക, ഈ വീഡിയോ ഒപ്പം തന്നെ കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായം ശരിയാണോ ഇല്ലെന്ന് കമൻറ്റ് ബോക്സിൽ എന്തായാലും രേഖപ്പെടുത്തുക. ജിതിൻ ലാലാണ് ഇതിനെ ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാശിയിൽ നോക്കിക്കഴിഞ്ഞാൽ ടോവിനോ തോമസ്, കീർത്തി ഷെഡ്ഡി, ബേസിൽ ജോസഫ്, സുരഭി, മലായ് പാർവതി, ഇപ്പോൾ തന്നെ ഐശ്വര്യ രാജേഷ് തുടങ്ങിയവർക്ക് പ്രധാനമായും കാസ്റ്റിംഗായി വരുന്നുണ്ട്. ഹാരിഷ് ഉദ്മാൻ തുടങ്ങിയവരും പ്രധാനമായും കാസ്റ്റിംഗായി വരുന്നുണ്ട്. ആളുടെ പേര് വിട്ടുപോയതാണ്. ഇത്ര പേരൊക്കെയാണ് ട്രെയിലർ നമുക്ക് പരിചയമുള്ള മുഖങ്ങളായിട്ട് കാണിച്ചിട്ടുള്ളത്. ട്രെയിലറെ കുറിച്ച് പറയുമ്പോൾ 3 വ്യക്തികളായിട്ടാണ് ടോവിനോ ഇതിൽ വരാൻ വേണ്ടി പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അജയൻ, കേളു, മണിയൻ. അപ്പോൾ ഈ 3 കഥാപാത്രങ്ങളുണ്ട്. മണിയൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കള്ളനായിട്ടാണ് വരാൻ വേണ്ടി പോകുന്നത്. ഈ മണിയൻ്റെ കൊച്ചുമോനായിട്ടാണ് അജയൻ എന്ന് പറഞ്ഞ കഥാപാത്രമായി ടോവിനോ ചെയ്യുന്ന കഥാപാത്രമായിട്ട് വരുന്നത്. കേളു അവിടുത്തെ ഒരു ചരിത്ര പുരുഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, പോലീസിന് വേണ്ടിയിട്ട് ഒരു കേളുകുറിപ്പ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു കഥാപാത്രമായിരിക്കും. കാരണം ആ കുതിരപ്പുറത്തൊക്കെ വരുന്ന സീൻസൊക്കെ കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്, നല്ല ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു യോദ്ധാവൊക്കെ നാട്ടിലെ പോലത്തെ ഒരു കഥാപാത്രമായിരിക്കാം. മണി എന്ന് പറയുമ്പോൾ പണ്ടത്തെ കാലത്ത് ഒരു കള്ളൻ, അതായത് പോലീസ് പോലും തലകുത്തി പറഞ്ഞിട്ട് പോലും പിടിക്കാൻ സാധിക്കാത്ത ഒരു കള്ളനായിട്ട് വീരസാഹസിക കഥകൾ പറഞ്ഞ് കേൾക്കപ്പെടുന്ന ഒരു കഥാപാത്രമായിട്ടായിരിക്കും മണിയൻ മുന്നോട്ട് പോകുന്നുണ്ടാവുക. ഇതിൽ നിന്നെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് ഒരു പക്ഷേ ഒരു സാധാരണക്കാരനായി വരുന്ന വ്യക്തിയായിരിക്കും അജയൻ എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ ഇതിൽ അജയൻ്റെ കാമുകിയായിട്ടാണ് നമ്മുടെ ഇതിൽ പ്രധാനമായിട്ടും കഥാപാത്രമായിട്ട് വരുന്ന കീർത്തി ഷെഡ്ഡിയായിട്ട് വരുന്നത്. അപ്പോൾ കീർത്തിയെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക, കൃതിയെക്കുറിച്ച് പറയുമ്പോൾ അവർ ആദ്യമായിട്ട് മലയാള ഫിലിമിലോട്ട് വരുന്നു എന്ന പ്രത്യേകത ഉണ്ട്. അതുപോലെ തന്നെ ഒരു പഴയ കാലത്തെ ഒരു തറവാട്ടിൽ താമസിക്കുന്ന പെൺകുട്ടിയായിട്ടായിരിക്കും അവർ വന്നിട്ടുണ്ടാവുക. അപ്പോൾ അവർ ഈ താഴജാതിയും ഇവർ തമ്മിൽ പ്രണയത്തിലാവുന്നു. പക്ഷെ അവൾക്ക് നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ ഒരു വെല്ലുവിളി ഉയർത്താൻ വേണ്ടി ഒരു മോഷണം നടത്താൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും കഥയുടെ സ്റ്റോറിയായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഒരു മോഷണ ശ്രമം അല്ലെങ്കിൽ ഇന്നൊരു സ്ഥലത്ത് അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇന്ന സ്ഥലത്ത് കുറച്ച് സംഭവങ്ങൾ ഇരിക്കുന്നുണ്ടാവായിരിക്കാം. അതൊക്കെ കൂടുതൽ പറഞ്ഞ് സ്പോയിലറായിപ്പോവും. അതുകൊണ്ടാണ് പറഞ്ഞ ട്രെയിലറും ഇത് രണ്ടും കണ്ടു നോക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ വെറും ഊഹാപോഹങ്ങളാണ്. ഒരു പക്ഷേ ശരിയായിരിക്കാം, അല്ലെങ്കിൽ തെറ്റുമായിരിക്കാം, രണ്ടും സംഭവിക്കാം. അപ്പോൾ അങ്ങനെ ഒരു മോഷണ ശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ ആ ശ്രമത്തിന് വേണ്ടി നേരിടുന്നതൊക്കെ ആയിരിക്കാം അജയൻ്റെ രണ്ടാം മോഷണമായിട്ട് മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ അജയൻ്റെ ഫ്രണ്ടായിട്ടാണ് ബേസിൽ ജോസഫ് എന്നുള്ള ചിത്രത്തിൽ. എനിക്ക് തോന്നുന്നു ഒരു 2 കാലഘട്ടങ്ങളായിട്ടായിരിക്കും ഒരു പക്ഷേ കഥ മുന്നോട്ട് പോകുന്നുണ്ടാവുമെന്ന് പറയുന്നുണ്ട്. കാരണം കേളുവും മണിയനും തമ്മിലുള്ള ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ ഈ 2 കാലഘട്ടം നടക്കുന്ന ഒരുമിച്ചും അതിനുശേഷം പിന്നീട് രണ്ടാമത്തെ ഒരു കാലഘട്ടം വരുന്നതായിരിക്കും അജയൻ്റെ പ്രണയം കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ ഈ കേളുവിനെ കുറിച്ച് പറഞ്ഞ ധീരനാണ്. നമ്മുടെ കേളുവിൻ്റെ നായിക കഥാപാത്രമായിട്ട് വരാൻ വേണ്ടി പോകുന്നത് എനിക്ക് തോന്നുന്നു ഐശ്വര്യ രാജേഷായിട്ടാണ് കേളുവിൻ്റെ നായിക കഥാപാത്രമായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. ജോമോള് ഇപ്പോൾ തന്നെ പുലിമട എന്ന ചിത്രങ്ങൾക്ക് ശേഷം കഥാപാത്രം മലയാളത്തിലോട്ട് വരുന്നതായിരിക്കും ഐശ്വര്യ രാജേഷിൻ്റെ ഈ കഥാപാത്രം. അതുപോലെ തന്നെ മണിയൻ്റെ ഒരു കഥാപാത്രമായിട്ട് വരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സുരഭിയാണ്. ഇതിൽ മണിയൻ്റെ നായിക കഥാപാത്രമായി വരാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മുടെ ടോവിനോയുടെ മുത്തശ്ശി ആയിട്ട് വരാൻ വേണ്ടി പോകുന്നതൊക്കെ പറയുന്നുണ്ട്. അതായിരിക്കും ഇതിൽ തുടക്കം തന്നെ മലൈ പാർവതി ഒരു പെൺകുട്ടിയുടെ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ കഥ ഒരു പക്ഷേ നമ്മുടെ ഇതിൽ നായിക കഥാപാത്രം ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്ന സ്റ്റോറി ആയിരിക്കാം. പക്ഷെ ആ സ്റ്റോറിയോടെ ആയിരിക്കും കഥ മുന്നോട്ട് പോകുന്നുണ്ടാവുക. പെട്ടെന്ന് തന്നെ പുതിയൊരു കാലഘട്ടത്തിലേക്ക് ജമ്പ് കഴിഞ്ഞായിരിക്കും യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇതിലെ ആക്ഷൻസും വിഷ്വൽ സൈഡ് നോക്കുമ്പോൾ ഗംഭീരമായി തന്നെ വിഷ്വൽ സൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ പണിയെടുത്തുന്ന കാര്യത്തിൽ ട്രെയിലറിൽ തന്നെ വ്യക്തമാണ്. എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ച് എന്ന രീതിയിൽ തന്നെയാണ് ഒരു പക്ഷേ ടോവിനോയുടെ അജയൻ്റെ രണ്ടാം മോഷണം എന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. 3D ആണ്. അപ്പോൾ നമുക്കൊരു പ്രത്യേകതരം ഒരു മലയാളത്തിലേക്കുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് 3D. മലയാളത്തിൽ കൂടാതെ ഒരേ സമയം തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളൊക്കെ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. പ്രത്യേകത ഉണ്ട്. കാരണം നല്ല മൾട്ടി ലാംഗ്വേജിലായിരുന്നു അതിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്ത് ഒരേ സമയത്ത്. അതുകൊണ്ട് ഗംഭീരമായിട്ടുള്ള വൻ ഹോപ്പിൽ വരുന്ന ചിത്രം തന്നെയാണ്. ഞാൻ മുന്നേ തന്നെ പറഞ്ഞിരുന്നു, ടോവിൻ എന്ന് പറയുന്ന നടൻ്റെ കരിയറിൽ തന്നെ ഒരു ഗ്രാഫ് ഉയർത്താൻ വേണ്ടി പോകുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും. അതുമാത്രമല്ല ലിസ്റ്റിൻ സ്റ്റീഫനാണ് ഇതിൻ്റെ വിതരണാവകാശം. ഏറ്റവും കൂടുതൽ മുടക്കിൽ വരുന്ന ടോവിൻ്റെ ചിത്രം കൂടി തന്നെയാണ് ARM എന്ന് പറയുന്ന ചിത്രം. വൻ കാസ്റ്റിങ്ങും ആക്ഷൻസും അത് ഗംഭീരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്.
എന്തായാലും ഏറെ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓണത്തിനാണ്. ഇപ്രാവശ്യം ഓണം വിന്നർ കളറാവാൻ വേണ്ടിയിട്ട് വളരെ ചാൻസ് കൂടുതൽ തന്നെയാണ്. എന്തായാലും ഏറെ കൊണ്ടാലും വിജയുടെ എല്ലാ ഗോട്ടൊക്കെ തമ്മിലാണ് ഒരു പോരാട്ടം സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും ആരായിരിക്കും ഇപ്രാവശ്യം ഓണം വിന്നർ ആവുമെന്ന് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. എന്തായാലും ഏറെ ഞാൻ ഫസ്റ്റ് ഡേ ലോക്ക്ഡ് തന്നെയാണ് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ചിത്രം തന്നെയാണ് ഏറെ ഗംഭീരമായിട്ടുള്ള വിജയമാവട്ടെ. അപ്പോൾ ട്രെയിലറിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പരിഗണിക്കുക. വീണ്ടും മറ്റൊരു ചിത്രം റിവ്യൂ എടുക്കാതിരിക്കും. ബൈ ബൈ ഫ്രണ്ട്സ്.